ഇന്ന് എനിക്ക് റീസ്റ്റോക്കിംഗ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പം ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാറ്. കൂടുതൽ വെള്ളിയാഴ്ച ആയിരിക്കും നമ്മളത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുക. അപ്പം വീട്ടിലേക്കുള്ള പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, യോഗേട്ട്, പാല്, അതൊക്കെയാണ് കൂടുതൽ നമ്മൾ ഒരാഴ്ചയിൽ നമുക്കതായിരിക്കും കൂടുതൽ മേടിക്കേണ്ടി വരിക. അപ്പം എല്ലാം ഒന്ന് നോക്കി ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി പോവും. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ തന്നെ നമ്മുടെ മൈൻഡ് ഭയങ്കര ഹാപ്പി ആയിരിക്കും. എല്ലാം നിറഞ്ഞിരിക്കുന്ന കുറേ നിറങ്ങളും ഓരോ റാക്ക് കാണുമ്പോഴും ഏതാ എടുക്കണ്ടേ, ഇതൊന്ന് ട്രൈ ചെയ്യണ്ടേ, അതൊക്കെ പോലത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം ഒരു ബഡ്ജറ്റിനുള്ളിൽ തന്നെയാണ് സാധനങ്ങളൊക്കെ മേടിക്കുക. നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ടോ? നമ്മൾ പിന്നെ ഓരോ മാസവും എന്തൊക്കെ നമ്മൾ വീട്ടു സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എങ്കിലും പിന്നെ എല്ലാം ഓരോ ഐറ്റം നമ്മൾ എടുത്ത് നോക്കുമ്പോഴും നമ്മൾ ഓർത്ത് നോക്കും. ചില സാധനങ്ങൾ അവിടെ കാണുമ്പോഴായിരിക്കും അയ്യോ ഇത് വീട്ടിൽ തീർന്നിട്ടുണ്ടാവുമല്ലോ എന്ന് ഓർക്കുക, അല്ലേ? അതങ്ങനെ തന്നെയാണ്. അതിനെക്കാട്ടും ആ ഷോപ്പിങ്ങിനെക്കാട്ടും എന്നെ കുറച്ചും കൂടി ഒരു എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കേട്ടോ വീട്ടിലെത്തുമ്പോൾ സാധനം അൺപാക്ക് ചെയ്യുന്നത്. അത് ഇറ്റ് സെൽഫ് ഈസ് ആൻ ഇമോഷൻ എന്ന് പറയുന്ന പോലെ. ഓരോ പാക്കറ്റും തുറന്ന് അത് ശരിയായ സ്ഥലത്ത് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്, അല്ലേ? ഓരോ സാധനങ്ങളും അതിൻ്റെ ആ രീതിയിൽ ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് അതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എനിക്ക് ഷോപ്പിങ്ങിനെക്കാട്ടും കൂടുതൽ എനിക്കതിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണ് ഇഷ്ടം. എനിക്കങ്ങനെ ഓർഗനൈസേഴ്സ് മേടിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരടുക്കും ചിട്ടയും അത് ഞാൻ വിചാരിക്കുക അത് എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു പീസ് തരുന്നൊരു സാധനമാണ്. എല്ലാ സാധനങ്ങളും അതിൻ്റേതായ സ്ഥലത്ത് വെക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടോ അടുക്കളയായിട്ട് ബന്ധപ്പെട്ടിട്ട്? എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലപ്പം നമ്മളെ മൂഡ് പോലെ ഇരിക്കും. ചിലപ്പോൾ ചിന്തിക്കും എല്ലാം ഒന്ന് ചെയ്യുന്നത് അത്ര എളുപ്പമൊന്നുമല്ല, ചില സമയത്ത് നമുക്ക് മടുപ്പ് വരും. പക്ഷെ ചില ദിവസങ്ങളുണ്ട് നമ്മൾ ഫുൾ എനർജി ആയിട്ട് എല്ലാ കാര്യങ്ങളും വീട്ടിലത്തെ ഓടി നടന്ന് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ് ഓർഗനൈസ് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ, ഇതൊക്കെ ഇത്രമാത്രം പറയാനുണ്ടോ എന്ന്. പക്ഷേ നമുക്കൊരു കാര്യം അത് സന്തോഷം തരികയാണെങ്കിൽ അത് നമുക്ക് എൻജോയ് ചെയ്തൂടെ, അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം റീസ്റ്റോക്കിംഗ് ഇറ്റ് സെൽഫ് ഇസ് എ കെയർ, ഇറ്റ്സ് എ ലവ്. നമുക്കായിട്ട് നമ്മുടെ വീടിനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം, അല്ലേ? എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നൊരു കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് നമ്മുടെ കടമയാകുന്ന സമയത്തായിരിക്കും നമുക്കത് ചെയ്യാതിരിക്കാനുള്ള ഒരു തോന്നലുണ്ടാവുക, അതിനിഷ്ടപ്പെടാണ്ടിരിക്കുന്ന ഒരു റീസൺ ഉണ്ടാവുക. അല്ലാത്ത പക്ഷം അത് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമായിരിക്കും, അല്ലേ? നമ്മുടെ ഒരു ബാധ്യത അല്ലാത്തിടത്തോളം. പക്ഷെ ആ ഒരു കാര്യം നമ്മുടെ ബാധ്യതയാവുമ്പോൾ നമുക്കതിനോടൊരു മടുപ്പും നമ്മളത് റെസ്പോൺസിബിൾ ആകുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും കൂടുതൽ നമുക്ക് വീട്ടുജോലി ഒരു ഭാരമായി തോന്നുന്നത്, അല്ലേ? എനിക്കങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു